എല്ലാ മച്ചന്മാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ചുള്ള ചെടിച്ചട്ടിയാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് സിമൻ്റാണ്. സിമൻറ്റ് ഇതുപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മളിതുപോലൊരു ബനിയൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായി ഇതിലൊന്ന് മുക്കിയെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്കാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു ചെടിച്ചട്ടിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ചെടിച്ചട്ടി തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ ബനിയൻ ക്ലോത്ത് സിമെൻറ്റിൽ നന്നായി മുക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കവർ ചെയ്ത് ഇട്ടുകൊടുക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ താഴെ വെക്കുന്ന ചെടിച്ചട്ടി അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മേലുള്ള ആ തുണിയിൽ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഇതുണ്ടാക്കാം. നമുക്കിത് സിമെൻറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് അടിക്കുന്ന രീതിയിൽ നമ്മൾ സിമെൻറ്റ് നല്ലപോലെ പൂശി കൊടുക്കുക. ഇത് നല്ല ഹാർഡായി പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റ് പൂശൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം 24 മണിക്കൂർ നമ്മളിത് ഒന്ന് റെഡി വെക്കണം. 24 മണിക്കൂർ നമ്മളിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചെടിച്ചട്ടിയിൽ നിന്നും അടർത്തിയെടുക്കാം. ഇപ്പോഴായിട്ട് തന്നെ ഇത് അടർത്തിയെടുക്കാം. അപ്പം ഏകദേശം നമ്മൾ കാണുന്ന പോലെ നല്ല ചെടിച്ചട്ടിയുടെ അതേ ഷേപ്പായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് വീഡിയോക്ക് രേഖപ്പെടുത്താം. നമുക്കിനി പെയിൻറ്റ് ചെയ്ത് നോക്കാം. ബർജറിൻ്റെ പെയിൻ്റ് എടുത്തിട്ടുള്ളത് റെഡ്. നമുക്കിന്ന് പെയിൻറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമ്മൾ റെഡ് കളർ ഉപയോഗിക്കാൻ കാരണം റെഡ് കളറാകുമ്പോൾ നല്ല ഷോ ഉണ്ടാവും നമുക്ക് ചെടിച്ചട്ടിക്കൊക്കെ. എല്ലാവരും അവനവന് ഇഷ്ടപ്പെട്ട കളർ എടുക്കുക. നീ മഞ്ഞ റെഡ് ഇതൊക്കെ നല്ല ഷോ ഉണ്ടാവും ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഫില്ല് ചെയ്യണം. മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി നട്ടു കൊടുക്കാം. ആവശ്യത്തിന് മണ്ണെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്യുക. പിന്നെ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നെ ചെടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെറിയ ഒരു ഏകദേശം 5 രൂപ ചിലവിൽ നമുക്ക് ഈസി ആയിട്ട് ചെടി വീട് നിർമ്മിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.